ഡം ഡം ഡിഗ ഡിഗ മോസം ബിഗ ബിഗ ഡം ഡം ഡിഗ ഡിഗ മോസം ബിഗ ബിഗ बिंदिए में तू गिरा मैं तू गिरा मैं तू गिरा है अल्लाह सूरत आपकी सुभान अल्लाह है अल्लाह सूरत आपकी सुभान अल्लाह. അസ്സലാമു അലൈക്കും. എന്തുണ്ട്, സുഖാണോ? വെറുതെ ഇരിക്കുമ്പോൾ മഴക്കാലല്ലേ, ഒരു ടൈം പാസ്സാക്കാന്ന് വിചാരിച്ച്. റാഹത്താണോ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഒരു പ്രാവശ്യം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒന്ന് ബാംഗ്ലൂരിലും പോയി വരാമെന്ന് പറഞ്ഞ് അങ്ങനെ സൗദിയിൽ നിന്ന് വന്ന സമയത്ത് ഒരു 10,50,000 ഒപ്പിച്ച് പിടിച്ചിട്ട് ഒരു ഓമിനി വണ്ടി മേടിച്ച് ആകെ 2 മാസം ലീവിൽ വന്നതാണ്. ഉമ്മ എപ്പം വിളിക്കുമ്പോഴും എവിടെ മോനെ ഞാൻ വർക്ക്ഷോപ്പില്ല, എവിടെ മോനെ ഞാൻ വർക്ക്ഷോപ്പില്ല. കാരണം ഈ വണ്ടിയും കൊണ്ട് എപ്പോഴും വർക്ക്ഷോപ്പിൽ പോക്കാൻ പാടി. അങ്ങനെ തട്ടിമുട്ടി ഒപ്പിച്ച് പിടിച്ച് കുറേ പെട്രോൾ ഒഴിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വയനാട് ചുരം എത്തുന്നതിന് മുമ്പുണ്ട് ആനയെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് വെച്ചിട്ട്. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ പെട്രോൾ ലീക്കായി തീർന്നു പോയി. സുബ്ഹാനല്ലാഹ്. പോകുന്നവരും വരുന്നവരെല്ലാം ഞങ്ങളോട് പറയുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പറയുന്നത്, ഇതാ ഇവിടെ നിൽക്കല്ലേ, ഇത് അപകടം പിടിച്ച സ്ഥലമാണ്, ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ഏത് സമയത്ത് എന്തും സംഭവിക്കും, നിങ്ങൾ ഇവിടെ നിൽക്കല്ല. അങ്ങനെ ഒരു കന്നഡക്കാരനെ കിട്ടി കേരളത്തിലേക്ക് വരുന്നവരെ. അപ്പോൾ അവർ എന്നെ കയറ്റി ഞാൻ കുറേ ദൂരം കൊണ്ടുവന്ന് ഇറക്കി. അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച് തിരിച്ചു പോകും ബസ് കിട്ടി. ബസ്സിൽ തിരിച്ച് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ബസ് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ നിർത്തിക്കുമെന്ന്. അങ്ങനെ ഞാൻ ആ കാടിലൂട്ട് ഒറ്റയ്ക്ക് നടന്നു പോവുക. നടന്നു പോകുന്ന സമയത്ത് ഇവിടെ വലിയ രസമുണ്ട് കേട്ടോ. വണ്ടിൻ്റെ അടുത്ത് എൻ്റെ 3 കൂട്ടുകാരവിടെ. അവരോടെല്ലാവരും പറയുന്നത് വിട്ട വണ്ടിയിൽ അവർ പേടിച്ച് വിറച്ചിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, മൂത്രയിക്കുന്നുണ്ട്, അങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാക്ക സുഖമില്ലാത്ത എൻ്റെ ഒരു ഇളയമൻ്റെ മോനുണ്ടേ. അപ്പോൾ അവനോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാണ്, അവൻ കുറച്ച് പൈസക്കാരനാണ്. അവൻ പറയാടാ, നീ ഒന്നും പേടിക്കണ്ട, ആനയാ മറ്റും വരികയാണെങ്കിൽ നീ മുമ്പിൽ നിന്നോ, നമ്മൾ രണ്ടാളും ഓടി അങ്ങ് രക്ഷപ്പെട്ടോളൂ, നമുക്ക് ഓടാൻ കഴിയില്ല, എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ. നിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യൻ്റെയും മക്കളെയും ചിലവും കാര്യമെല്ലാം ഞാൻ കൊടുത്തോളൂ എന്നേനുണ്ടോനൊരു ദയനീയമായൊരു നോട്ടോ എൻ്റെ സുബ്ഹാനല്ലാഹ്. എനിക്ക് നീ പറയുന്നത് സത്യമാണ് എന്നാണ്. ഒരു സത്യമില്ല, വെറുതെ അങ്ങനെ തമാശക്ക് പറഞ്ഞത് സംഭവം. പിന്നെ പവനോട് പറയാണ്, നീ എന്തായാലും ആന വരുമ്പോൾ ആനൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആനക്ക് തോന്നും ഇവരെന്താണ് എന്നെ കളിയാക്കുന്നത്. അവൻ നിന്നെ ചവിട്ടി പണിയുമ്പോഴേക്ക് ഞാനോടി രക്ഷപ്പെടുമെന്ന് അവർ രണ്ടാൾ. അങ്ങനെ ബസ് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങാം. അങ്ങനെ ഞാൻ പെട്രോളുമായിട്ട് ഇറങ്ങി. അപ്പോൾ ചെറിയ മഴയുണ്ട്, ചാറ്റിൽ മഴക്കാലമാണ്. ആ മഴയും കൊണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്രോള് മൂടി ലൂസായിട്ടായിരിക്കും ഇങ്ങനെ ഇറ്റുന്നുണ്ടായി ചെറുങ്ങനെ. അപ്പോൾ അത് കാലുമെന്ന് വഴക്കായി വഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ശരിക്കും നിൽക്കുന്നില്ല ചെരുപ്പ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ വരുന്ന കാണുന്നത് ഒരു എന്താ പറയുക, ഒരു പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഡാറ്റ്സണില്ലേ ഗൾഫിലെല്ലാം കാണുന്ന പോലത്തെ, നിസാനെല്ലാം പോലത്തെ ഡബിൾ ഡോറിൻ്റെ അങ്ങനത്തെ ഒരു വണ്ടി, ടാറ്റയുടെ വണ്ടി. ഇതും 10-25 കൊല്ലം മുമ്പുള്ള കഥയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൈകാട്ടി. അപ്പം മുമ്പിൽ ഒരാൾ ഓടിക്കുന്ന ആൾ ഒരു മൊയിലാറ്, തൊട്ടടുത്തിരിക്കുന്ന വേറൊരു മൊയിലാറ്, അവരെ 2 ഭാര്യമാർ ബാക്കിലിരിക്കുന്നു പർദ്ദയെല്ലാം ധരിച്ചിട്ട്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ ഒരു മതസ്ഥരെ കുറ്റം പിടിക്കുന്നതല്ല. ഞാനൊരു ഈമാന്, അതായത് മനുഷ്യനിക്ക് കർമ്മത്തിലൂടെയാണ് ഈമാൻ കിട്ടുക, ശരിയാണ്. പക്ഷേ കർമ്മത്തിലൂടെ ഈമാൻ കിട്ടണമെന്നുള്ള നീയത്തോടെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഈമാൻ കിട്ടുവേ. അന്ന് നമ്മൾ വീരപ്പനൊക്കെ വിലസുന്ന സമയമാണ്. ഞാനാണെങ്കിൽ നടന്നു പോകുമ്പോൾ കാണുന്നത് ഈ ചാനനെ പോലെ എനിക്ക് കാണുന്നതിനുള്ള പുല്ലും ഇങ്ങനെയൊക്കെ പുല്ലെല്ലാം ഇങ്ങനെ കൂടി കിടന്നിട്ട് കാടല്ലേ,
കാണുന്നത് ഈ ചാനിയായിട്ടും തോന്നുന്നുണ്ട്. തവക്കൽ തോറല്ല, കാരണം 3 ആൾ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ അവിടെ എത്തണം, മൊത്തം പെട്രോൾ വെച്ച് അവിടെ നിന്ന് എല്ലാവർക്കും കൂടി രക്ഷപ്പെടണമെന്നുള്ള നിലയിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് നടക്കുക. എന്നാലും ഞാൻ ഈ വരുന്ന വണ്ടിക്ക് കൈ നീട്ടി. അവർ നിർത്തിയില്ല. എന്നെ വല്ലാതെ വിഷമിപ്പിച്ച്, വല്ലാതെ ചിന്തിപ്പിച്ച് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയതിന് ശേഷം ഞാൻ എങ്ങനെയോ അവിടെ നടന്നെത്തി. ഞാൻ എത്തുമ്പോഴേക്ക് അവരവിടെ നിന്ന് സ്ഥലം കളിയാക്കിന് കേട്ടോ. അവരെ പേടിപ്പിച്ചിട്ട് അവർ ബസ്സെല്ലാം കയറിയിട്ട് ബസ്സിലിങ്ങനെ കയ്യിനെ കൊണ്ട് ടാറ്റ അടിച്ചിട്ട് എൻ്റെ മുമ്പ് അവർ പോകുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, ഫോൺ വിളിച്ച് അങ്ങനെയല്ലോ ഫോണെല്ലാം കിട്ടി. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി പെട്രോൾ ഒഴിച്ചിട്ട് നോക്കുമ്പോൾ ഷാട്ടാകുന്നുണ്ട്. ചാവി അവരെടുത്ത് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ തിരിച്ച് വന്ന് അങ്ങനെ ഷട്ടാക്കിയിട്ട് പോയി. അപ്പോൾ ഞാൻ അവരോട് ഈ കഥ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു 4-5 കിലോമീറ്ററാണ് ആ കാട് നടന്ന് തീർത്തത്. ഇങ്ങനെ ഞാൻ കൈ നീട്ടി, ഇവർ വണ്ടി നിർത്തിയില്ല. എനിക്ക് വല്ലാതെ വിഷമമായി. അത് ഞാനായിരുന്നുവെങ്കിൽ, ഇനി ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അത് വീരപ്പന കൈ നീട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ചവിട്ടി നിർത്തും. അവിടെ നിർത്തിയിട്ട് വീരപ്പനെ ഞാൻ കയറ്റും. അപ്പം വീരപ്പൻ എന്നോട് ചോദിക്കൂ, ഞാൻ യാറിന് തിരിയുമോ ഉണക്ക്? അപ്പം ഞാൻ സുഖമായിട്ട് പറയൂ, നീങ്ക വീരപ്പൻ. ഞാൻ വീരപ്പനാന്ന് അറിഞ്ഞുകൊണ്ട് നീ വണ്ടി നിർത്തിയോ എന്ന് ചോദിക്കും എന്നോട്. ഞാൻ പറയും നിർത്തി. അതെന്തേ അങ്ങനെ നീ നിർത്തിയത്? ഞാൻ പറഞ്ഞു നീ ഒരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യനാണ്. മനുഷ്യത്വം കാണിക്കേണ്ട സമയമാണിത്. മനുഷ്യത്വം വെറും പ്രസംഗത്തിലും ഭയത്തിലും മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമുക്ക് ചില സന്ദർഭങ്ങൾ തരും അള്ളാഹു. ആ സന്ദർഭം ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാൻ വേണ്ടി തരുന്നൊരു സന്ദർഭമാണ് ടെസ്റ്റിങ്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവനിക്കെത്ര ഈമാനുണ്ടെന്നും ഇവനിക്കെത്ര ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ് എന്നുള്ളതും മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വീരപ്പനോട് പറയും, നീ വീരപ്പനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചവിട്ടിയത്, വണ്ടി ചവിട്ടിയതും നിർത്തിയതും നിങ്ങളെ കയറ്റിയതും. അപ്പോൾ നിനക്ക് ഭയമില്ല? അപ്പം ഞാൻ പറയില്ല, ഭയം പഠിച്ചനോടാ, നിന്നോട് എനിക്ക് ഭയമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ പോലും ചിന്തിച്ചു പോകും, എന്താ ഇങ്ങനെ, ഇത് ഏത് മതസ്ഥനാണ് ഇവനിക്ക് ഭയം പോലും അറിഞ്ഞുകൊണ്ട് പോലും നിർത്തി. അപ്പോൾ ഇവൻ്റെ ദൈവം ഏതാ? സത്യത്തിൽ പറഞ്ഞാൽ അതല്ലേ സത്യം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതല്ലേ പല സാഹചര്യത്തിലും പഠിച്ചവനും എന്നെ അതിൽ നടത്തിച്ചതും ഇവരതിലെ കടന്നു പോകാനും ഞാൻ കൈ നീട്ടാനും ഇവർ നിർത്താതെ പോകാനും. അപ്പം ഞാനിതെൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കുറേ ആൾ എതിർത്ത് പറഞ്ഞ്, കുറേ ആൾ ശരിയും പറഞ്ഞ്, 4 ആളും രണ്ടാൾ എതിർത്ത് 2 ആൾ ശരിയെന്നും പറഞ്ഞു. കാരണം മരണം ഇത് റബ്ബിൻ്റെ അടുത്തുള്ള കാര്യമാണ്. 5 കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് റസൂലുള്ള. മദീനത്ത് പള്ളിയിൽ ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. ആ ഇമാമ് ഒരു വല്ലാത്തൊരാഗ്രഹം, എനിക്ക് മദീനത്തെ പള്ളിയിൽ വെച്ച് മരിക്കണം. അങ്ങനെ ഇരിക്കെ അന്നേരമാണ് ഒരു ഹജ്ജ് വരുന്നത്. ഹജ്ജ് സമയമാണ്. വല്ലാത്ത വിഷമത്തിലായി. എങ്ങനെ വിഷമത്തിലായി? ഹജ്ജിനും പോകണോ, പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മരണം സംഭവിച്ചു പോയാലോ, പക്ഷേ എനിക്ക് ഹജ്ജ് ചെയ്യണോ, മരിക്കേണ്ടത് എനിക്ക് മദീനത്തിൽ മരിക്കണമെന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹജ്ജിൻ്റെ സമയം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു സ്വപ്നം കാണുക. എന്താ കാണുന്നത്? വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹജ്ജിന് പോകണം, ഞാനന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിഷമത്തിൽ റസൂലുള്ളാനെ സ്വപ്നം കണ്ട് റസൂലുള്ള എഴുന്നേറ്റ് കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കി. റസൂലുള്ള സ്വപ്നത്തിൽ കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് റസൂലുള്ള മറഞ്ഞുപോയി. പിന്നെയും ടെൻഷനായി. അങ്ങനെ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പണ്ഡിതൻ ഇന്നാലെന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായി. ഈ ഖത്തീബ് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യണോ, ഇന്നാലെന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയണോ, എൻ്റെ പേര് പറയാൻ പാടില്ല. അതിന് മറുപടിയായിട്ട് റസൂലുള്ള ഇങ്ങനെ ആക്കിയിട്ട് പോയിന്. അങ്ങനെ അവിടെ സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ അടുത്തേക്ക് ശിഷ്യനെത്തി. ശിഷ്യൻ അവിടെ നിന്ന് ചോദിച്ചാലോ, ആ വലിയ പണ്ഡിത ആലിമ പറഞ്ഞ്, അതൊന്നുമില്ല, അത് നബി ഖുർആനിൽ ഇന്നാലെന്ന സൂറത്തിൽ ഇന്നാലെന്ന ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 5 കാര്യവും അള്ളാഹ്ക്കേ അറിയുള്ളൂ.
അതായത് ജനനം, മരണം, ലോകാവസാനം, മഴ പെയ്യുന്നത്, മഴ നിൽക്കുന്നത്, ഇത്ര 5 കാര്യമോ? അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, മഴ ഇപ്പോൾ മുമ്പേ പറയുന്നുണ്ടല്ലോ, ഇന്ന് ആ സമയത്ത് മഴ പെയ്യും, ഇന്ന ദിവസം മഴ പെയ്യും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സെക്കൻഡും മിനിറ്റും സെക്കൻഡിൽ അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആ കാർമേഘത്തിൻ്റെ കണക്കെല്ലാം നോക്കിയിട്ട് പറഞ്ഞാൽ ശരിയാകാതിരിക്കാം, അത്രയേ ഉള്ളൂ. പണ്ടും അങ്ങനെ തന്നെയാണ്. മഴ പെയ്യുന്നതെല്ലാം പണ്ടുള്ള ജനങ്ങളും പറയാറുണ്ടായിരുന്നു, ഇന്നാലിന്ന സമയത്ത് മഴ പെയ്യും. പക്ഷെ ആ കണക്കുണ്ടല്ലോ, ആ കറക്റ്റ് സമയം, അത് റബ്ബിനെ അറിയുള്ളൂ. നിൽക്കുന്നതും റബ്ബിനെ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളൂ. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഭയക്കുന്നത് ഈ ഭൂമിയിൽ? ആ കാട്ടിൽ വെച്ചിട്ട് എന്നെ അവർ ഒരു മൂലക്ക് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇനി അതല്ല നടന്നു വരുന്ന സമയത്ത് എനിക്ക് ആനൻ്റെ മുമ്പിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ഒരു ജീവൻ പോയില്ലേ? അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കാനോ ഭാവി കാലത്തെപ്പറ്റി ചിന്തിക്കാനോ ഒരു മുസ്ലിമിന് ഒരിക്കലും അവകാശമില്ല, അർഹതയില്ല. കാരണം ഒരു മുസ്ലിം വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ മാത്രമേ അവന് നാളെ ആഖിറവും ദുനിയാവും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇയാളെ കയറ്റി വണ്ടിയിൽ, ഇനി ഇയാൾ നമ്മളെ ദ്രോഹിച്ചാലോ? അവർ 4 പേരുണ്ടേ, അതാണ് വിധിയെങ്കിൽ അങ്ങനെ. പക്ഷെ അവിടെ നമ്മൾ റഹം കാണിക്കണം, കരം കാണിക്കണം. കാരണം അള്ളാഹ് നമ്മളോട് എത്ര റഹമാ കാണിക്കുന്നു, എത്ര കറമാ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ല, അത്ര എങ്ങനെ പറയാമെന്ന് വിചാരിച്ച്. 10-12 മിനിറ്റായി. അസ്സലാമു അലൈക്കും. എവിടെയും ആരോടും നമ്മൾ കൃപ കാണിക്കുക, ദയ കാണിക്കുക. കാരണം നാളെ ഞങ്ങൾ ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം? എന്തിനാണ് ഈ ഭയം? അസ്സലാമു അലൈക്കും. ദേഷ്യം പിടിച്ചിനെങ്കിൽ ക്ഷമിച്ചാളാം.